ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും. കാരണം അവൻ തൻ്റെ ആഹാരത്തിൽ നിന്ന് അഗതിക്ക് കൊടുക്കുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിലെ 22-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ് നമ്മൾ കേട്ടത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെയ്യുന്ന സൽപ്രവൃത്തികൾക്ക് വിവിധമായിട്ടുള്ള പ്രതിഫലങ്ങളാണുള്ളത്. ഏത് പ്രവൃത്തിക്കും പ്രതിഫലം നൽകും. മനുഷ്യനുമായിട്ട് ദൈവത്തിനുള്ള ബന്ധം അതാണ്. അത് ദൈവത്തെ അറിയുന്നവനായാലും ദൈവത്തെ അറിയാത്തവനായിരുന്നാലും അവൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും ദൈവം പ്രതിഫലം കൊടുക്കും. അത് ന്യായപ്രമാണമുള്ളവരാണെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ നീതി അത് നിവർത്തിച്ച് അടങ്ങും. എന്നാൽ ചില പ്രവൃത്തികളുണ്ട്, അത് മനുഷ്യരറിയാതെ തന്നെ അവർ ചെയ്യുന്ന മഹത്തായിട്ടുള്ള പ്രവൃത്തികളാണ്. എന്ന് പറഞ്ഞാൽ അവർ ഇതൊരു ചെറിയ കാര്യമെന്ന് ചിന്തിക്കും, പക്ഷെ ചെയ്യുന്ന കാര്യം ദൈവത്തിന് മഹത്തരമായ കാര്യമാണ്. ഇന്ന് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരിൽ പെട്ടതാണ്, ധനവാന്മാരുടെ പട്ടികയിൽ മുന്തിയ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ടാറ്റ, ബിർള, അതുപോലെ തന്നെ അംബാനി എന്നൊക്കെ പറയുന്ന പണക്കാർ. അവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സഹായം ചെയ്യാൻ കഴിയുമോ? അവർക്ക് എന്തെങ്കിലും ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സഹായിക്കാൻ സാധിക്കും? അവരുടെ ആവശ്യവും നമ്മുടെ ആവശ്യവുമായിട്ടൊരു ബന്ധം പോലുമില്ല. കാരണം നമ്മൾ ഉപജീവനത്തിന് വേണ്ടിയിട്ടും സാധാരണ ഒരു ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ജീവിക്കുന്നവരാണ്. അവരങ്ങനെയല്ല. ഉപജീവനമല്ല അവരുടെ വിഷയം, അന്നന്ന് കഴിഞ്ഞു പോകുക എന്നുള്ളതല്ല അവരുടെ വിഷയം. ലോക നിലവാരത്തിൽ തങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, സമ്പന്നതയിൽ തങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം നിലനിർത്തുക, അത് ഇപ്പോഴുള്ളതിനേക്കാൾ ഒരു പടി കൂടി മുൻപോട്ട് കൊണ്ടുപോകുക മുതലായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ആവശ്യങ്ങൾ. അതിന്മേൽ നമുക്കൊന്നും ചെയ്യാനില്ല. സാധാരണ ഒരു മനുഷ്യന് അതിലൊന്നും ചിന്തിക്കാൻ പോലുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെയും ഗണ്യമാക്കാറില്ല, അവർ നമ്മയും ഗണ്യമാക്കാറില്ല. ഇങ്ങനെ അങ്ങോട്ട് പോകുക. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യർ. ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കാൻ ആരെ കൊണ്ട് പറ്റും? കാരണം സകലത്തിൻ്റെയും ഉടയവനാണ് കർത്താവ്. 50-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയില്ല, ഈ കാട്ടിലെ സകല മൃഗങ്ങളും എനിക്കുള്ളതായി. എനിക്ക് യാഗം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആട്ടുകൊറ്റന്മാരെ രക്തം കുടിക്കുമോ? ഞാൻ മാംസം തിന്നുമോ? ഇതൊന്നും ഞാൻ ചെയ്യില്ല. അതിൻ്റെയൊക്കെ അർത്ഥം വേറെയാണ്. അപ്പം ഞാൻ ദൈവത്തിന്, ഇത്രയും വലിയ സമ്പന്നനായ ഒരു ദൈവത്തിന് ആർക്കെന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ വചനത്തിൽ അതിന് ചില വഴികൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു വഴിയാണ്, എളിയവർക്ക് കൃപ കാണിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. വായ്പ കൊടുക്കുന്നു. നമ്മളിപ്പോൾ പറയുന്നതുപോലെ ലോക നിലവാരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ധനവാന് നമ്മൾ വായ്പ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇതുപോലെ ദൈവത്തിന് നമ്മൾ കടം കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതും വായ്പയാണ്. വായ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു തരേണ്ടതാണ്. ആർക്കാണ്? ഇത്രയും സമ്പന്നനായ ഒരുവന് എങ്ങനെയാണ് തിരിച്ച് കൊടുക്കുന്നത്? അതിനാണുള്ള വഴിയാണ് പറഞ്ഞത്, എളിയവരോട് കൃപ കാണിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. എളിയവരോട് കൃപ കാണിക്കണം. അങ്ങനെ വന്നാൽ ദൈവത്തിന് കടം കൊടുക്കുന്നതിന് വായ്പ കൊടുക്കുന്നതിന് തുല്യമാണ്. ഈ എളിയവരാരാണെന്ന് എങ്ങനെ അറിയും? ലോകം മുഴുവനും കപടത്തിൻ്റെയും ദോഷത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും കാഴ്ചകളാണ് എവിടെ നോക്കിയാലും കാണാനുള്ളത്. നമ്മൾ ഒരു പത്രം എടുത്തു കഴിഞ്ഞാൽ
യൂട്യൂബ് തുറന്നാൽ, മാധ്യമങ്ങളിൽ അന്വേഷിച്ചാൽ കാണുന്നത് കണ്ണുനീരിൻ്റെ കഥയാണ്. സഹായ അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള യാചനകളാണ്. രോഗസൗഖ്യത്തിനു വേണ്ടി പിരിവെടുക്കുന്ന ആളുകളാണ്. ഇതൊക്കെയും നമ്മളതിൻ്റെ വളരെ സങ്കടത്തോടു കൂടി നമ്മളതിനെ കാണും, സമീപിക്കും. എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ ചരിത്രം വേറൊന്നായിട്ടാണ്. ഈ ലഭിക്കുന്ന ഈ കരച്ചിലും ഈ കാണുന്ന നിലവിളിയിലും അനേകർ സഹതാപം തോന്നിക്കൊടുക്കുന്ന പൈസ, സമ്പത്ത്, അതൊക്കെ വേറെ തലത്തിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അപൂർവം മാത്രമേ യഥാർത്ഥത്തിൽ എൻ്റെ ആവശ്യത്തിന് ചെല്ലുന്നുള്ളൂ. ഇതൊക്കെ അറിയുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കുക, എന്ത് ചെയ്യും? നമ്മൾ ആരെയാണ്? കാരണം എനിക്കൊരാഗ്രഹമുണ്ട്, ഇത്രയും വലിയ ദൈവത്തിന്, സകലത്തിൻ്റെ ഉടയനായ കർത്താവിന് ഇച്ചിരി പൈസ കൊടുക്കണോ, സഹായിക്കണമെന്ന് എനിക്കുണ്ടായിട്ടല്ല. ഒന്ന് അതിനെ പറയണം, അങ്ങനെ കൊടുക്കാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവൻ അനേക ഇരട്ടിയായിട്ട് തിരിച്ചു തരും. അങ്ങനെ ഒരു കാര്യമുണ്ട്. കാരണം വായ്പ മേടിക്കുന്നവൻ ഞാനിവിടെ ടാറ്റയ്ക്ക് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ, വഴിമധ്യേ ഒരാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു സഹായം ചെയ്താൽ എങ്ങനെ വന്നാലും തിരിച്ചു തരുമ്പോഴത്തേക്കും ചില്ലറ പൈസയായിട്ട് തരില്ല. ഒരിക്കൽ ഒരു ധനവാൻ യാത്രയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ വഴിയിൽ വെച്ച് ഒരാൾ സഹായിക്കാൻ വന്നു. അയാൾ വേണ്ട സഹായം എല്ലാം ചെയ്ത് അദ്ദേഹത്തെ യാത്രയാക്കി വീട്ടിൽ കൊണ്ടാക്കി. ലഭിച്ചതെന്താണെന്നറിയോ? ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾക്ക് ഈ മനുഷ്യൻ്റെ കെയർ ഓഫിൽ നല്ലൊരു സ്ഥാനത്ത് ഉദ്യോഗം കിട്ടി. അവിടെയാണ് അയാൾ ചെയ്തതെന്താ? വഴിയിൽ വെച്ച് പെട്ടെന്നൊരു സഹായം ആവശ്യമായി വന്നു. ആ സഹായത്തിന് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ. തിരിച്ചു കിട്ടിയതോ ആയുഷ്കാലം മുഴുവൻ തലമുറയായിട്ട് അനുഗ്രഹിക്കപ്പെടാവുന്ന ഒരു വലിയ പ്രതിഫലം തിരിച്ചു കിട്ടി. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ഏതെങ്കിലും സന്ദർഭത്തിൽ കർത്താവെ എനിക്ക് സഹായിക്കാൻ സാധിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നതാണ് ബുദ്ധിയുള്ളവർ. ബുദ്ധി വേണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അങ്ങനെ അനേക സ്ഥലങ്ങളിൽ വെച്ചും സന്ദർഭങ്ങളിൽ വെച്ചും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നമ്മൾ ചരിത്രവും കഥകളും ഒക്കെ കേട്ടിട്ടുണ്ട്. ചില സന്ദർഭങ്ങൾ ചില വ്യക്തികളെ എനിക്ക് നേരിട്ട് അറിയുകയും ചെയ്യാം. ഒരു വ്യക്തി ഒരിക്കൽ ഒരു സാക്ഷ്യം പറഞ്ഞതാണ്. ജയിലിൽ വന്ന് പോയപ്പോൾ സാമ്പത്തിക കുറ്റത്തിന് വേറൊരാളും ആ ജയിലിൽ വന്നു. അയാൾക്ക് അവിടെ വേണ്ട സഹായം എല്ലാം ചെയ്തു കൊടുത്തു. പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വേറെ ആരുടെയും സഹായമില്ലാതെ ജീവിക്കാൻ തക്കവണ്ണം ഒരു കട ഇട്ടുകൊടുത്തു. സ്റ്റീലിൻ്റെ കട, സ്റ്റീൽ പാത്രങ്ങൾ വിൽക്കുന്ന ഒരു കട അദ്ദേഹത്തിന് കൊടുക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്നത്, എങ്ങനെയും ഇതാ അത്യുന്നതമായ ദൈവത്തിന് നമുക്ക് വായ്പ കൊടുക്കാൻ കഴിയും. അതെങ്ങനെ കൊടുക്കാൻ കഴിയും? കൊടുത്താൽ എനിക്ക് കിട്ടുന്ന പ്രതിഫലം എത്ര വലുതായിരിക്കും. ഞാൻ അയാൾക്ക് ബസ്സിന് ടിക്കറ്റ് തികയാതെ വന്നപ്പോൾ 2000 രൂപ വായ്പ കൊടുത്തു. അയാൾ തിരിച്ചു തരുമ്പോൾ ഈ മഹാസമ്പന്നൻ 2000 രൂപയായിട്ട് തിരിച്ചു തരില്ല. അതൊരു സാഹചര്യത്തിൽ അങ്ങനെ അദ്ദേഹത്തിന് പെട്ടുവെങ്കിൽ നിശ്ചയമായിട്ടും അത് എനിക്കും എൻ്റെ തലമുറയ്ക്കും എൻ്റെ കുടുംബത്തിനും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സഹായം അദ്ദേഹം ചെയ്യും. അത് ലോകത്ത് സംഭവിക്കുന്നതാണ്. വിശേഷാൽ നമ്മുടെ കർത്താവിങ്കിൽ നിന്ന് മനുഷ്യൻ പ്രാപിക്കുന്നതാണ്. ഇത് നോക്കി എങ്ങനെ ഞാനിത് എവിടെ വയ്ക്കും? അതിനൊരു മാർഗം കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, എളിയവന് സഹായിച്ചാൽ മതി. എളിയവനോട് കൃപ കാണിച്ചാൽ മതി. ദരിദ്രനും എളിയവനും ഒക്കെ ഉണ്ടല്ലോ, പാവപ്പെട്ടവൻ, അവനെ സഹായിച്ചാൽ മതി. അവന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൊടുത്താൽ മതി. ഇത് സ്വർഗത്തിൽ ഇങ്ങനെ കണക്ക് കൂട്ടും. അതൊരു രഹസ്യമാണ്. അതായത് എളിയവന് കൃപ കാട്ടുന്നവൻ ദൈവത്തിന് വായ്പ കൊടുക്കുന്നതായിട്ട് കണക്ക് കൂട്ടും. അപ്പോൾ ഒരു എളിയവനെ കണ്ടു, അവന് വേണ്ട സഹായം ചെയ്തു, ദൈവത്തിന് വായ്പ കൊടുക്കുന്നതായിട്ട് കണക്കിട്ടു. ചില നാളുകൾ കഴിഞ്ഞു
വേണ്ടത് അതിനപ്പുറം തിരിച്ചു തന്നു, വേണ്ടതെല്ലാം തിരിച്ചു തന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വിജയമാണ്. പക്ഷേ എളിയവനെ എവിടെ കണ്ടെത്തും? എളിയവനെ എവിടെ കണ്ടെത്തും? എളിയവൻ എവിടെയെങ്കിലും ഉണ്ടോ? പാവപ്പെട്ടവൻ, ഷർട്ടൊക്കെ മുഷിഞ്ഞ് കളിക്കുന്നവൻ, ഷർട്ട് പഴയത് ഇട്ടുകൊണ്ട് നടക്കുന്നവൻ, പിഷ്ട തണ്ടുന്നവൻ, ഇതൊക്കെയാണെങ്കിൽ എളുപ്പമുണ്ട്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, കടലാസ് കൊടുക്കുന്ന കുട്ടികൾ, ഒന്നുമില്ലാത്തവർ, ഉടുതുണിക്ക് മറുതുണിയില്ലെന്ന് പറഞ്ഞ് നടക്കുന്നവർ, ഇവരാണല്ലോ ഇവർ? അല്ല, അല്ല. എളിയവരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക ജനമാണ്. അതായത് അതിന് കർത്താവിൻ്റെ വചനം പറയുന്നത് എളിയവരോടാണ് സദ്വർത്തമാനം ഘോഷിക്കണം. എളിയ ജനത്തെ രക്ഷിക്കുന്നവനാണ് ദൈവം. ദൈവം എന്ന് പറയുന്നത് എളിയ ജനത്തെ രക്ഷിക്കുന്നതാണ്. ദൈവം സുവിശേഷം അയച്ചിരിക്കുന്നത് എളിയ ജനത്തിനാണ്. പക്ഷെ അപ്പോഴും ചോദ്യം ചോദിക്കുന്നു, ഈ എളിയവനെ എവിടെ കണ്ടെത്തും? എളിയവനെ എവിടെ കണ്ടെത്തും? ലോകം മുഴുവൻ നോക്കിയിട്ടും ഈ ഒരു കൂട്ടത്തെ കണ്ടെത്താനില്ലല്ലോ. അവിടെയാണ് കർത്താവിൻ്റെ വചനം, നമ്മൾ വായിച്ച വചനം കേട്ടത്. ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും. ദയാകടാക്ഷമുള്ളവൻ അവൻ തൻ്റെ ആഹാരത്തിൽ നിന്ന് അഗതിക്ക് കൊടുക്കും. അഗതി അല്ലെങ്കിൽ എളിയവൻ അല്ലെങ്കിൽ ദരിദ്രൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കണ്ടെത്താൻ യൂട്യൂബ് നോക്കിയാൽ കാണില്ല, പേപ്പർ നോക്കിയാൽ കാണില്ല, ലോകത്തിൽ പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് നടന്നാൽ കാണില്ല. എന്ത് വേണമെന്നറിയാമോ? എന്ത് വേണം? ഒരാൾ നോക്കി നടക്കുക. ഒരാൾ നോക്കി നടന്ന് തങ്ങനയ്ക്ക് ഒരു പച്ചമരുന്ന് കിട്ടാൻ വേണ്ടി നോക്കി നടക്കുക. അതിനകത്ത് ആ പച്ചമരുന്ന് പറിക്കാനായിട്ട് പോയ മനുഷ്യൻ ആ വയൽ നോക്കുകയാണ്. മറ്റ് പല വൃക്ഷങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആ ചെടികൾ മുഴുവനും നോക്കുകയാണ്. വിശേഷ ഗുണമുള്ള ഈ സസ്യം, ഈ പച്ചമരുന്ന് നോക്കി ഈ മനുഷ്യൻ നടക്കുകയാണ്. പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലാതെ വ്യക്തമായി താൻ കണ്ടിട്ടോ തനിക്ക് പരിചയമില്ലാത്തൊരു മരുന്നാണ്. ഇലകൾ ഓരോന്ന് നോക്കി, ചെടികൾ ഓരോന്ന് നോക്കി അവസാനം കാണുന്നില്ല. ഒടുവിൽ ഒരാളുടെ സഹായം ചോദിച്ചു. അയാൾ വന്ന് പറിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായി. ആ മനസ്സിലായ സമയത്ത് പിന്നെ പറിച്ചത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ പറിക്കുന്നതിനും പിന്നെ എടുക്കുന്ന ആരുടെയും സഹായം വേണ്ട. പിന്നെ അതുപോലുള്ള ആ ചെടികൾ ധാരാളമായി അതിൻ്റെ ആവശ്യത്തിന് മുഴുവൻ പറിച്ചു കൂട്ടിയതിന് പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ആരോടും സംശയം ചോദിച്ചിട്ടില്ല. കണ്ടത് വീണ്ടും ആവർത്തിച്ച് കാണാൻ ആഗ്രഹിച്ചിട്ടുമില്ല. കാരണം അതിനെക്കുറിച്ച് വ്യക്തതയുണ്ട്. ഇന്ന് തനിക്ക് അതിനെക്കുറിച്ച് വ്യക്തതയുണ്ട്. കാരണം തൻ്റെ ദൃഷ്ടിയാൽ അതിനെ കണ്ടതാണ്, തൻ്റെ കണ്ണാൽ അതിനെ കണ്ടതാണ്. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ വചനം ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് എളിയവനെ കണ്ടെത്തുക. അനേകർ സഹായിക്കുന്നു, അനേകർ സഹകരിക്കുന്നു, അനേകർ മനസ്സിൽ വലുതായിട്ട് കണക്ക് കൂട്ടുന്നു, വഞ്ചിക്കപ്പെടുന്നു, കബളിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം അവരെ കണ്ടെത്താൻ നിവൃത്തിയില്ല. കാരണം എളിയവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഏതെങ്കിലും തരത്തിൽ പാവപ്പെട്ടവനാണോ, അവൻ ഏതുമില്ലാത്തവനാണോ, ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്.
എന്നാൽ യഥാർത്ഥത്തിൽ എളിയവൻ എന്ന് പറയുന്നത് കർത്താവിന്റെ വചനപ്രകാരം നമ്മൾ പഠിക്കുന്നത്, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ, ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരേറെയില്ല. പിന്നെയോ ദൈവം ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ബലഹീനമായി തിരഞ്ഞെടുത്തു, ജ്ഞാനമുള്ളതിനെ ലജ്ജിപ്പാൻ ജ്ഞാനഹീനമായി തിരഞ്ഞെടുത്തു, കുലീനരെ ലജ്ജിപ്പാൻ കുലഹീനവും നികൃഷ്ടവുമായി തിരഞ്ഞെടുത്തു. അപ്പോ എളിയവരോട് സത്യവർത്തമാനം ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ സത്യസുവിശേഷം ദൈവം വെളിപ്പെടുത്തിയത് എളിയവർക്കാണ്. എളിയവരെന്ന് പറഞ്ഞാൽ ബലമില്ലാത്തവർ, ജ്ഞാനമില്ലാത്തവർ, കുലഹീനർ, നികൃഷ്ടമായിട്ടുള്ളവർ. അപ്പൊ അവർക്ക് മാത്രമേ ഉള്ളൂ അത്. ബലമില്ലാത്തവർക്കും നികൃഷ്ടന്മാർക്കും ജ്ഞാനഹീനമാർക്കും മാത്രമേ ഉള്ളൂ ഇത്. ഈ എളിമ അവർക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സുവിശേഷം അവർക്ക് മാത്രമേ ഉള്ളൂ. എത്രയോ പേര് നല്ല പരിജ്ഞാനികൾ വിശ്വാസത്തിൽ വന്നിരിക്കുന്നു, നല്ല വിദ്യാഭ്യാസമുള്ളവർ, ബുദ്ധിയുള്ളവരൊക്കെ വന്നിരിക്കുന്നു. എത്രയോ കുലീനന്മാർ വന്നിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എന്താ കുലീനന്റെ അല്ലേ? കുലഹീന, നികൃഷ്ടന. ഇന്ന് ലോകത്തിൽ ഏറ്റവും പാരമ്പര്യം അവകാശപ്പെടാനുള്ള യോഗ്യതയുള്ള ഒരാളാണ് അപ്പോസ്തലനായ പൗലോസ്. അബ്രഹാമിന്റെ സന്തതി, ബെന്യാമീൻ ഗോത്രക്കാരൻ, ഇസ്രായേലിയൻ, പരീശൻ എന്ന് വേണ്ട എല്ലാ കാര്യത്തിലും മുന്തി നിൽക്കുന്നൊരു മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. അപ്പൊ പൗലോസിന് പാരമ്പര്യമില്ലെന്ന് പറഞ്ഞാൽ നടക്കുമോ? പക്ഷെ പൗലോസ് എളിയവനാണോ? സുവിശേഷം പൗലോസിനെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പൗലോസ് എളിയവനാണ് താൻ. അതെന്താ അങ്ങനെ വരുന്നത്? അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സ്വന്തം കാഴ്ചയ്ക്ക് എളിയവൻ, സ്വന്തം കാഴ്ചയ്ക്ക് കുലഹീനൻ, സ്വന്തം കാഴ്ചയ്ക്ക് ബലമില്ലാത്തവൻ, സ്വന്തം കാഴ്ചയ്ക്ക് ജ്ഞാനമില്ലാത്തവൻ. അപ്പോസ്തലനായ പൗലോസിന്റെ അറിവ് വേറെ ആർക്കുണ്ട്? പക്ഷെ സ്വന്തം കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ കാഴ്ചയിൽ അറിവില്ലാത്തവനാണ്, ബലമില്ലാത്തവനാണ്, കുലഹീനനാണ്. എന്തിനെ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഈ ലോകത്തെ ചവറന്നെണ്ണം. ക്രിസ്തുവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ, ക്രിസ്തുവിലുള്ള വിശ്വാസവും അതിനെ തുടർന്നുള്ള പ്രതിഫലവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇതൊക്കെയും ഒന്നുമല്ല. ഞാൻ കുലഹീനനാണ്, നികൃഷ്ടനാണ്, ജ്ഞാനഹീനനാണ്. അവനാണ് എളിയവൻ. അവനെ ആര് കണ്ടെത്തും? അവിടെ ബുദ്ധിമുട്ട്. പാവപ്പെട്ട് വഴിയിൽ കടലാസ് വെറുക്കുന്നവനാണെങ്കിലും ഭിക്ഷയെടുത്ത് നടക്കുന്നവനാണെങ്കിലും തങ്ങളോട് സഹായം ചോദിച്ചു വരുന്നവനാണെങ്കിലും അതൊക്കെ ശരി തന്നെയാണ്. അവർക്ക് സഹായം കൊടുക്കുന്നത് ഒക്കെ നല്ല കാര്യം തന്നെയാണ്. അത് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എളിയവൻ എന്ന് പറഞ്ഞൊരു കൂട്ടമുണ്ട്. അതാരാണ് എളിയവൻ? ആ എളിയവനാണ് ഇപ്പൊ പറഞ്ഞത്. സ്വന്തം കാഴ്ചയ്ക്ക് ദൈവമേ ഞാൻ ജ്ഞാനഹീനനാണ്, ഞാൻ ബലഹീനനാണ്, ഞാൻ കുലഹീനനാണ്. ഇവനെ എങ്ങനെ കണ്ടെത്തും സാധിക്കും? ഇപ്പൊ അപ്പോസ്തലനായ പൗലോസിനെ കണ്ടിട്ട് ഞാൻ എളിയവനെ കണ്ടെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വിശ്വസിക്കാൻ പറ്റും? അതെ, സത്യം അതാണ്. അവനാണ് സാക്ഷാൽ എളിയവൻ. ഇതാർക്ക് മനസ്സിലാവും? ഇതാർക്കിത് മനസ്സിലാവുന്നേ? അപ്പോസ്തലനായ പൗലോസ് എളിയവനാണെന്ന് കണ്ടെത്താൻ ആർക്ക് കഴിയും? സാധാരണ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അവൻ പണക്കാരൻ, ധനവാൻ, വലിയ പാരമ്പര്യമുള്ളവൻ, ഭയങ്കര ജ്ഞാനി, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ എല്ലാവരും ഒഴിവായി പോവുള്ളൂ. പക്ഷെ അവൻ സാക്ഷാൽ എളിയവനാണെന്ന് ആര് കണ്ടെത്തും? കണ്ടെത്താൻ കഴിയും. ആർക്ക് കഴിയും? അവൻ. മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. തന്റെ മുഖം വെള്ളത്തിൽ കാണുന്നത് പോലെയാണ്. വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ വെള്ളത്തിൽ തന്റെ മുഖഛായ കാണുന്ന പോലെയാണ് മനുഷ്യൻ മറ്റു മനുഷ്യനെ കാണുന്നത്. ഒരു എളിയവനെ കണ്ടെത്താൻ മറ്റൊരു എളിയവനെ സാധിക്കൂ എന്നർത്ഥം. അപ്പോ അവിടെ വചനത്തിൽ നമ്മൾ കേട്ടത്
ഏറ്റവും ആദ്യമേ തന്നെ ഞാൻ ഈ ലോകത്ത് എത്രമാത്രം പേരെ സഹായിച്ചു. ഒരു മനുഷ്യൻ വഴിയിൽ നിന്ന് ഭിക്ഷയായി എടുത്ത് കിടക്കുന്ന ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് വീട്ടിൽ വളർത്തി തന്റെ ജീവിതം അതിനുവേണ്ടി ചെലവഴിച്ചു. തനിക്ക് കുടുംബമൊന്നുമില്ല, ആ കുഞ്ഞിന് വേണ്ടി ജീവിച്ചു, ആ കുഞ്ഞിന് വേണ്ടി അധ്വാനിച്ചു. വാർദ്ധക്യത്തിലെത്തിയപ്പോൾ അവൻ മയക്കുമരുന്നിന് അടിമയായി തീർന്ന ഒരു ദിവസം ഈ വളർത്തിയ മനുഷ്യനെ കൊന്നുകളഞ്ഞു. 35-40 വർഷത്തെ അധ്വാനം ഒരു നിമിഷം കൊണ്ട് ആ മനുഷ്യൻ അവിടെ അവസാനിച്ചു. അവനും എളിയവനെ സഹായിച്ചതാ, ആ മനുഷ്യനും എളിയവനെ സഹായിച്ചതാ. പക്ഷെ ആ സഹായമല്ല ഈ പറയുന്നത്. ആദ്യമേ തന്നെ എളിയവനെ കണ്ടെത്തണം. എളിയവനെ കണ്ടെത്തണമെങ്കിൽ നീ എളിയവനായിരിക്കണം. മനുഷ്യൻ നിന്റെ ഹൃദയത്തിനൊത്തോണം മനുഷ്യനെ കാണുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. ആ പച്ചമരുന്ന് പറിക്കാൻ നടക്കുന്ന മനുഷ്യൻ താൻ അടയാളം വെച്ച് അവിടെയെല്ലാം നോക്കി, ആ പച്ചമരുന്ന് ഇന്ന പച്ചമരുന്നായിരിക്കും, അതിന്റെ ഇല ഇങ്ങനെ നീളത്തിലാണ്, അതിന്റെ വേരങ്ങനെയാണ്, മുതലായിട്ട് കാര്യങ്ങളെല്ലാം നോക്കി 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 എല്ലാം തുടങ്ങി അവസാനം സംഗതി കിട്ടുന്നില്ല. ഒടുവിൽ സഹായിക്കാൻ വന്നവൻ പറിച്ചു കാണിച്ചു. ഇതാണ് നീ ഉദ്ദേശിക്കുന്ന മരുന്ന്, പച്ചമരുന്ന് ഇതാണ്. ആ ചെടി പിടിച്ച് എടുത്ത് നോക്കിയതിന് ശേഷം പിന്നെ സംശയമില്ല. കാരണം അവന്റെ ഹൃദയത്തിൽ അതുണ്ട്. ആ കണ്ണോടുകൂടിയാണ് അവൻ നോക്കുന്നത്, കേൾവിയല്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ ആധാരമാക്കിയിട്ടല്ല നിങ്ങളോട് കർത്താവിന്റെ മഹിമയെ അറിയിച്ചത്, അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട്. കണ്ടു. മനുഷ്യന്റെ ഹൃദയത്തിൽ ഏറ്റവും ആദ്യമേ തന്നെ ഞാൻ ഇത്രയേ ഉള്ളൂ, വ്യർത്ഥമാണ് ഈ പിതൃപാരമ്പര്യം, എന്തിൽ അഭിമാനിക്കാനുള്ളൂ, ഇതിൽ ഒരിക്കലും അഭിമാനിക്കത്തക്കതായ ഒന്നുമില്ല. കാരണം എല്ലാ തലമുറയും വക്രതയുള്ള തലമുറയാണ്. എല്ലാ തലമുറയും വക്രതയില്ലാത്തൊരു തലമുറയില്ല, ന്യായവിധി ഒരുങ്ങിയിരിക്കാത്തൊരു തലമുറയില്ല. അങ്ങനെയുള്ള തലമുറയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു തലമുറയിലും എന്റെ തലമുറ എന്ന് പറയുന്ന ഒന്നുമില്ല. എന്റെ ജ്ഞാനമെന്ന് പറയുന്നത് അറിയേണ്ടതുപോലെ ഞാൻ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാനില്ല. ബലം പുരുഷന്റെ ഊരുക്കളിൽ പ്രസാദിക്കാത്തവനാ ദൈവം. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു. ഇത് സ്വയം മനസ്സിലാക്കുമ്പോൾ അവൻ എളിയവനായി തന്നെ. അവന്റെ ഹൃദയം എളിമപ്പെട്ടു. എളിയവരെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ പിന്നീട് നോക്കിയപ്പോ ഒരു പ്രയാസമില്ല. കാരണം എളിയവനെ കണ്ടെത്തി. ചേടാ, ഇത്രയും നാളും ഞാൻ അന്വേഷിച്ചത് കീറിയ ഷർട്ടുണ്ടോ, മുഷിഞ്ഞ സാരിയുണ്ടോ, ഭിക്ഷ തിണ്ടുന്നുണ്ടോ, ഭക്ഷണത്തിന് മുട്ടുണ്ടോ, ഈ കാര്യങ്ങളാണ് ഞാൻ അന്വേഷിച്ചാൽ വന്നത്. അയ്യോ, അതല്ല എളിയവൻ. എളിയവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ശ്രേഷ്ഠ കൂട്ടമാണ്, ഒരു പവിത്രമായ കൂട്ടമാണ്. ആ കൂട്ടത്തിന്റെ പ്രത്യേകത, അവരുടെ ദൃഷ്ടിയിൽ അവർക്ക് ജ്ഞാനമില്ല, ബലമില്ല, അവർ കുലഹീനരാണ്. അവരുടെ ദൃഷ്ടിയിൽ അവരെ ആര് കണ്ടെത്തും? അവരെ നോക്കിയിട്ടാണ് കർത്താവ് പറഞ്ഞത്. ആരെന്നറിയോ? കർത്താവ് പറഞ്ഞിരിക്കുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല. യേശു ഒഴികെ ഈ ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരെക്കാളും വലിയവനാണ് യോഹന്നാൻ സ്നാപകൻ എന്നാ പറഞ്ഞതിനർത്ഥം. യോഹന്നാൻ സ്നാപകൻ അങ്ങനെ ആ ശ്രേഷ്ഠനാണെന്നാണ്. എന്നാൽ കർത്താവ് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവൻ അവനേക്കാൾ വലിയവനായിരിക്കും. ഈ ചെറിയവരിൽ ഒരുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയിൽപ്പെട്ട ഒരുവൻ, അതായത് സത്വർത്തമാനം കേട്ട എളിയവൻ, വിശ്വാസത്തിൽ വന്ന എളിയവൻ, എളിമയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവൻ, ദൈവത്തിന്റെ കൃപ ലഭിച്ചവൻ, ദൈവത്തിന്റെ സഭയുടെ ഭാഗം, യേശുവിന്റെ ശരീരഭാഗം യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനായി. അത്ര ശ്രേഷ്ഠമായ ഒരു കൂട്ടത്തെയാണ് ഈ എളിയവൻ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യം പോലെയല്ല.
അതുകൊണ്ട് അവരെ കണ്ടെത്താനായിട്ട് ഒരു മനുഷ്യനും സാധിക്കില്ല. ഒരു മനുഷ്യൻ എളിയവനെ കണ്ടെത്തി ഈ ലോകത്തിൽ എവിടെ എന്തെല്ലാം ദാനധർമ്മം ചെയ്തു പോയാലും അവസാനം ആക്ഷേപിക്കപ്പെടുന്നുണ്ടെന്ന്. തനിക്കുള്ളതെല്ലാം വിറ്റ് ദാനം ചെയ്ത് ദരിദ്രർക്കും കൊടുത്ത് പാവങ്ങൾക്കും കൊടുത്ത് എല്ലാം വിട്ടു തീർന്നതിന് ശേഷം അവസാനം അപമാനിക്കപ്പെട്ട് ഒന്നുമില്ലാത്തവനായിട്ട് വഴിയാധാരമായിട്ട് മരിക്കുന്ന എത്ര പേരുണ്ട്? എത്രയോ പേര്. എന്നെ പറ്റിയവർക്ക് എന്നാ പറ്റിയത്? കാരണം എളിയവർക്ക് കൊടുക്കുന്നവർക്ക് മുട്ടുണ്ടാവില്ലെന്നൊക്കെ. എളിയവർക്കല്ല കൊടുത്തത്, അവന്റെ ദൃഷ്ടിയിൽ എളിയവർക്കാണ് കൊടുത്തേ. അവന്റെ ദൃഷ്ടിയിൽ എളിയവനല്ല എളിയവൻ. എളിയവനെ അവൻ ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. ദൈവം ഉദ്ദേശിക്കുന്ന ഈ ചെറിയവരെന്ന് പറഞ്ഞ ഒരു കൂട്ടത്തിന് ഒരാൾക്ക് പോലും അവന് സഹായം ചെയ്യാൻ പറ്റിയിട്ടില്ല. ലോകം മുഴുവൻ വഞ്ചിക്കപ്പെടുന്ന അങ്ങനെയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ആദ്യമേ തന്നെ ദൈവം മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണും. ഏറ്റവും ആദ്യമേ തന്നെ കണ്ടെത്തണം. ഒരു കള്ളനല്ലേ പോയി കഴിഞ്ഞാൽ അവൻ കള്ളനാണെന്ന് തിരിച്ചറിയുന്നത് മറ്റൊരു കള്ളനായിരിക്കും. ഇതുപോലെ ഒരു എളിയവനെ ലോകത്തിൽ എവിടെ കണ്ടാലും ഇവൻ എളിയവൻ എന്ന് കണ്ടെത്തുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് മറ്റൊരു എളിയവനായി. ഇങ്ങനെയുള്ളവരുടെ അവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്കാണ് വചനം പറയുന്നത് കൃപ ചെയ്യുന്നവൻ, എളിയവർക്ക് കൃപ കാണിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കും. ഇവർക്ക് ഒരു പാത്രം വെള്ളം കൊടുത്താൽ മതി. ഇവർക്ക് ഒരു ഗ്ലാസ് വെള്ളം ദാഹിച്ചു വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതി. അവരും മറക്കില്ല, ദൈവവും മറക്കില്ല. ഈ കൂട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഇവരും മറക്കില്ല, ദൈവവും മറക്കില്ല. ഈ രണ്ടു കൂട്ടരും എളിയവർക്ക് മാത്രം ഒരു കാര്യം ചെയ്താൽ ആയുഷ്കാലത്ത് അവർ മറന്നുപോകില്ല, ദൈവം മറന്നുപോകില്ല. നിശ്ചയമായിട്ടും ദൈവം അതിന് പകരം പോകും. പകരം കൊടുത്തില്ലെങ്കിൽ സ്വർഗം കടക്കാരാ. കാരണം ഇവരാരാന്നറിയാവോ? പവിത്രമായ ഒരു കൂട്ടമാണ്, ഒരു ശ്രേഷ്ഠമായ ഒരു കൂട്ടമാണ്. ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ ദൈവം തന്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ലോകത്തിൽ സൃഷ്ടിച്ചയച്ചവരാണ്. ദൈവം തന്റെ പുത്രനെ അയച്ചതുപോലെ ഇവരെയും അയച്ചതാണ്. ഇവിടെ അവർ പ്രവാസികളും പരദേശികളുമാണ്. ഇതുകൊണ്ടാണ്, അതായത് ശൂന്യംകാരത്തിയുടെ ഭവനത്തിന്റെ സമീപത്തുകൂടി പതിവായിട്ട് എലീശ പ്രവാചകൻ കടന്നുപോയപ്പോ ഒരു ദിവസം അവള് എലീശ പ്രവാചകനെ വിളിച്ച് ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ട് പോവാം, വീട്ടിൽ നിന്ന് കയറി ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ട് പോവാം. പ്രവാചകൻ നിർബന്ധിച്ചപ്പോൾ പോയി ഭക്ഷണം കഴിച്ചു. പിന്നെ ഇടയ്ക്ക് വരുമ്പോൾ അവിടെ കയറും. അവൾ ഭർത്താവിനോട് പറഞ്ഞു, നമ്മുടെ സമീപത്തുകൂടി കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. അവളുടെ കാഴ്ച നോക്കണം. അവനൊരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. ശൂന്യംകാരത്തിന്റെ കണ്ണിനത് വെളിപ്പെട്ടു. അവൾ അതിനാൽ ചില കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഒടുവിൽ സ്വർഗം കടക്കാരായി, ദൈവം കടക്കാരനായി. വചന വ്യവസ്ഥ പ്രകാരം ആ കടന്നു പോകുന്നവൻ ആരാന്നറിയാമോ? ആ കടന്നു പോകുന്നവൻ എലീശ പ്രവാചകനാണ്, കർത്താവിന്റെ ദാസനാണ്, കർത്താവിന്റെ നാമത്തിൽ പ്രവർത്തിക്കുന്നവനാണ്, എളിയവനാണ്. സ്വഭാവം കണ്ട ആരെങ്കിലും പറയോ? സംസാരം കേട്ട ആരെങ്കിലും പറയോ? കാണണം, അവൻ എളിയവനാണ്. എളിയവനെ കാണണമെങ്കിൽ അവനെ പോലെയുള്ളവന്റെ ഗുരുവിനെ കാണുള്ളൂ. അവള് കണ്ടു. ചുവരോടുകൂടി മുറി ഉണ്ടാക്കി വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു, കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തു. ഒടുവിൽ പ്രവാചകൻ അവളെ വിളിച്ച് ചോദിച്ചു, നീ ഇത്ര താല്പര്യത്തോടുകൂടി ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്തല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? നിനക്ക് രാജാവിനോട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അത് പറ, ഞാൻ സാധിച്ചുതരാം. സേനാധിപതിയോട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അത് പറ,
ഞാൻ സാധിപ്പിച്ചുതരാം. അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ സ്വജനത്തിൻ്റെ മധ്യേ പാർക്കുന്നു. ഞാൻ എൻ്റെ സ്വജനത്തിൻ്റെ മധ്യേ പാർക്കുന്നു. ആ വാക്കിൽ ഓർത്തുകൊള്ളണം. പ്രവാചകൻ പറഞ്ഞു വീണ്ടും ആവർത്തിച്ച് വിളിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ ഒരു കുഞ്ഞിനെ അണച്ചുകൊള്ളും. അടുത്ത വർഷം വരുമ്പോൾ നീ ഒരു കുഞ്ഞിനെ അണച്ചുകൊള്ളും. അവൾ പറഞ്ഞു, അടിയനോട് ഫോഷ്ക്ക് പറയരുത്, അടിയനോട് ഫോഷ്ക്ക് പറയരുത്. ഓർക്കണം, എലീശ പ്രവാചകനും ആ ശൂന്യംകാരത്തിയുമായിട്ടുള്ള സംഭാഷണം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം രണ്ടുപേര് കൂടിയിരിക്കുന്നത് ആരാന്നറിയോ? രണ്ടുപേര് കൂടിയിരിക്കുന്നത് പറഞ്ഞല്ലോ, എലീശ പ്രവാചകൻ എളിയവനാണ്. കണ്ടതാരാ? ശൂന്യംകാരത്തി. എങ്ങനെ കണ്ടു? അവളും ആ കൂട്ടത്തിൽപ്പെട്ടതാ. അങ്ങനെയെങ്കിൽ അവരിവിടെ വരുന്നതിന് മുമ്പ് സ്വർഗത്തിൽ, അവരിവിടെ വരുന്നതിന് മുമ്പ് ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തു തിരഞ്ഞെടുക്കപ്പെട്ടവരാ. അത് ശരി. അപ്പൊ അവര് 3 പേരും പരസ്പരം അറിയുന്നവരാ. ആരൊക്കെ? സർവശക്തനായ ദൈവം, എലീശ പ്രവാചകൻ, ശൂന്യംകാരത്തി. ഇവര് 3 പേരും ലോകസ്ഥാപനത്തിങ്കൽ സർവശക്തനായ ദൈവം ക്രിസ്തുവിൽ തനിക്കുള്ളവരെ തിരഞ്ഞെടുത്തപ്പോൾ ഇവർ രണ്ടുപേരെയും തിരഞ്ഞെടുത്തിരിക്കുന്ന. ഭൂമിയിൽ വന്നതിന് ശേഷം ഒരുവൾ ഒരു സ്ഥലത്തും പ്രവാചകൻ വേറൊരു സ്ഥലത്തും ജീവിച്ചു. സന്ദർഭവശാൽ ഇങ്ങനെ കൂടി വന്നു. നമുക്ക് അതിശയമെന്ന് തോന്നുന്നു, പക്ഷേ അങ്ങനെയല്ല വിഷയം. ഇവരൊന്നാ. ഇവരൊന്നാ. അവിടെയാണത് ചെയ്തത്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അങ്ങനെയൊന്നും ഓർത്തിട്ടല്ല ഞാൻ ചെയ്തത്. ഞാൻ അങ്ങനെയൊന്നും ഓർത്തിട്ടല്ല ചെയ്തത്. ഞാൻ നിന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല ചെയ്തേ. ഞാൻ ദൈവത്തെ ഉദ്ദേശിച്ചിട്ട് ചെയ്തത്. ഞാൻ എളിയവനാണ് ചെയ്തത്. നീ ദൈവപുരുഷനെന്ന് ഞാൻ കണ്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. കാണപ്പെട്ട ദൈവപുരുഷന് എളിയവൻ, കണ്ട ശൂന്യംകാരത്തി എളിയവൾ. അവരുടെ മധ്യേ ഇന്ന് കടക്കാരനായി ഒരുവൻ നിൽക്കുന്നു. ആരാ? ഓഹോ, ഹല്ലേലൂയ. കണ്ട ശൂന്യംകാരത്തി, കാണപ്പെട്ട എലീശ പ്രവാചകൻ. ശൂന്യംകാരത്തി എലീശ പ്രവാചകനെ ദൈവപുരുഷനായിട്ട് കണ്ടു. ചില കാര്യങ്ങൾ ചെയ്തു. എലീശ പ്രവാചകൻ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഒന്നും വേണ്ട, അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ചെയ്തത്. നീ ദൈവപുരുഷനല്ലേ, ആ ഉദ്ദേശത്തിലാണ് ചെയ്തത്. മറ്റൊരു വാക്കി പറഞ്ഞാൽ നീ എളിയവനല്ലേ, അതുകൊണ്ടാണ് ചെയ്തത്. ഞാൻ എളിയവനെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അവളും എളിയവളാ. അങ്ങനെയെങ്കിൽ ഇവിടെ കടപ്പെട്ടത് ആരാ? കർത്താവാണ് കടപ്പെട്ടത്. കടപ്പെട്ട ഒരുവൻ അവിടെയുണ്ട്. കടം തീർക്കാൻ വന്നവൻ അവിടെയുണ്ട്. കടം തീർക്കണം. സ്വർഗം കടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ചിന്തയുടെ ആദ്യം തുറക്കണ്ടല്ലോ. അതിസമ്പന്നന്, ലോകത്തിലേക്ക് ഏറ്റവും വലിയ സമ്പന്നന് വായ്പ കൊടുത്തു. സമാപവശ കഴിഞ്ഞാൽ ഒരു വായ്പ കൊടുത്തു. വായ്പ ചെറിയൊരു സംഖ്യ. അവനെ സംബന്ധിച്ച് അവൻ്റെ ഒരു ഷർട്ട് കഴുകുന്ന കാശില്ല. ഒരു ഷർട്ട് അലക്കുന്ന ചെലവില്ല ഞാൻ സഹായിച്ചത്. പക്ഷേ ഷർട്ട് അലക്കുന്ന എന്ന് പറഞ്ഞാൽ 10 രൂപ വരും. ആ 10 രൂപയായിട്ടിരിക്കാൻ തരുമോ? അവൻ്റെ ആവശ്യ സമയത്ത് ഞാൻ സഹായിച്ചതിന് അവൻ 10 രൂപയായിട്ട് തരുമോ? ഇല്ല. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറയ്ക്കും ഒരിക്കലും മറന്നുപോകാൻ സാധിക്കാത്ത തരത്തിൽ ഒരു കാര്യം അവൻ ചെയ്യും. കാരണം ഞാൻ അവന് കടം കൊടുത്തതാ, അവന് ഞാൻ വായ്പ കൊടുത്തതാ. ഇവിടെ ഇതാ ഒരു എളിയവൻ മറ്റൊരു എളിയവന് വായ്പ കൊടുത്തിരിക്കുന്നു. എങ്ങനെ കണ്ടു? എളിയവനെ കണ്ടു. ആര് കണ്ടു? എളിയവൻ കണ്ടു. കടപ്പെട്ടതാര്?
കർത്താവ് കടപ്പെട്ടു, സ്വർഗം കടപ്പെട്ടു. ആ കടം തീർക്കുകയാണ്. അടുത്ത വർഷം നീ ഒരു കുഞ്ഞിനെ അണച്ചുകൊള്ളൂ. അയ്യോ, അടിയോട് പോസ്റ്റ് പറയരുതേ. സംഭവിച്ചു. ദൈവത്തിൻ്റെ ജനമായി ഇന്ന് നാം കൂടിയിരിക്കുമ്പോൾ ശൂന്യം കാഴ്ചയുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ട തലമുറ. വറ്റാത്ത ഉറവ് അവളുടെ ജീവിതത്തിൽ തുറന്നു കിട്ടി. വറ്റാത്ത ഉറവ്, നഷ്ടപ്പെട്ടു പോകാത്ത ഭാഗ്യം, തൻ്റെ ജീവിതത്തിലെ ദുഃഖം തീരുന്ന സൗഭാഗ്യം അവളുടെ ജീവിതത്തിൽ പകർന്നു കിട്ടി. വചനം പറയുന്നത് ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും. ദയാകടാക്ഷം. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. ദൈവഭയം വേണമെങ്കിൽ എളിയവന്റെ ദൃഷ്ടിയായിരിക്കണം. എളിമപ്പെടുന്നവന് കിട്ടുന്നതാണ് ദൃഷ്ടിയിലെ ദൈവഭയം. ആ ദൃഷ്ടിയിൽ ദൈവഭയമുള്ളവനാണ് എളിയവനെ കണ്ടെത്തുന്നത്. എളിയവനെ കണ്ടെത്തിയാലോ ഒരു എളിയവൻ മറ്റൊരു എളിയവനെ കണ്ടെത്തി കഴിഞ്ഞാൽ നിശ്ചയം ഒരു പ്രവൃത്തി ചെയ്തിരിക്കും. അറിയതുപോലെ ശൂന്യംകാരത്തി ചെയ്തതുപോലെ ഒരു പ്രവൃത്തി ചെയ്തിരിക്കും. കടപ്പാട് പ്രവൃത്തി സ്വീകരിച്ചവർക്കല്ല കടപ്പാട്, സ്വർഗത്തിനാണ്. കർത്താവ് സ്തോത്രം. കർത്താവിന്റെ കുരിശിൻ ചുവന്നു പോയവൻ ശീമോൻ കടപ്പെട്ടത് സ്വർഗമാണ്. ഇന്നും ശീമോനെ പ്രസംഗിക്കുന്നു. കുറേനക്കാരനായ ശീമോനെ ഇന്നും പ്രസംഗിക്കുന്നു. കാരണം കടപ്പെട്ടത് സ്വർഗമാണ്. ഇന്ന് ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് എളിയവനെ കണ്ടെത്തണം. സമൂഹത്തിൽ നിന്ന് എളിയവനെ കണ്ടെത്തണം. നമ്മുടെ കാഴ്ചപ്പാട് മാറണം. ഭക്ഷണം കഴിക്കാത്തവനെയും അലഞ്ഞെറിഞ്ഞ് നടക്കുന്നവനെയും എളിയവനായിട്ട് കാണുന്ന ആ സ്വഭാവം നല്ലത് തന്നെയാണ്. പക്ഷേ സാക്ഷാൽ എളിയവൻ അവനല്ല. സാക്ഷാൽ എളിയവനുണ്ട്. ഇവൻ ഈ സമൂഹത്തിൽ തന്നെയുണ്ട്. രാജസ്ഥാനത്ത് ഇരിക്കുന്നവനായിരിക്കും. അവനെ കണ്ടാൽ ഒരിക്കലും എളിയവനാണെന്ന് നാം പറയില്ല, മനുഷ്യരാരും പറയില്ല. പക്ഷേ എളിമപ്പെട്ടാൽ അറിയാം. അവൻ എളിയവനാണ്. എളിയവൻ അവനെ കാണും. അവനു വേണ്ടി പ്രവർത്തിച്ചിരിക്കും. അതിനാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കാരണം ഈ ഭൂമിയിൽ വന്നതിന് ശേഷം ഉള്ള ഒരു ബന്ധമല്ല ഈ എളിയവനും എളിയവനും തമ്മിലുള്ളത്. അതിവിടെ വരുന്നതിന് മുമ്പേ തന്നെ സ്വർഗത്തിൽ വെച്ച് ലോകസ്ഥാപനത്തിൽ തന്നെ ഉള്ള ബന്ധമാണ് കർത്താവും എളിയവനും തമ്മിൽ. ആ ബന്ധത്തിന്റെ മറ്റൊരു രൂപമാണ് ലോകത്തിൽ വന്നതിന് ശേഷം ഈ കാണുന്നതൊക്കെ. അതിനുള്ള ദൃഷ്ടി നമുക്ക് ലഭിക്കട്ടെ. അതിനുള്ള ദൃഷ്ടി ലഭിക്കാൻ തക്കവണ്ണം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ എളിമപ്പെടാം. എങ്ങനെ എളിമപ്പെടുന്നത്? ഞാൻ അഹീനൻ, എനിക്ക് എന്തറിവുണ്ടെന്ന് അവിടെ അറിവില്ല. ഞാൻ ബലഹീനൻ, എന്ത് ബലമുണ്ട്? ഞാൻ കുലഹീനൻ, എനിക്ക് എന്ത് പാരമ്പര്യം, എന്ത് പ്രയോജനം? ഞാനിതെൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവൻ യഹോവയായ ദൈവം ഭൂമിയിൽ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ പ്രശംസിക്കട്ടെ. അവൻ എളിയവനാണ്. എളിമപ്പെടാം. എളിയവനെ കണ്ടെത്താം. അവന് വേണ്ടി പ്രവർത്തിക്കാം. നമ്മുടെ അനുഗ്രഹം നിത്യമായിരിക്കും. നമ്മുടെ അനുഗ്രഹം പുഴുവും തുരുമ്പും മോഷ്ടിക്കാത്തതായിരിക്കും, നഷ്ടപ്പെടാത്തതായിരിക്കും, ദ്രവത്വമില്ലാത്തതായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.